നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, ജൂൺ 1 ഒരു ശനിയാഴ്ച ആയാൽ അതേ വർഷം സെപ്റ്റംബർ 1 ഏത് ദിവസമായിരിക്കും? പരീക്ഷയ്ക്ക് കാണാറുണ്ട് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? ജൂൺ 1 ഒരു ശനിയാഴ്ച. അപ്പൊ ജൂൺ മാസത്തിൽ ഈ 1-ാം തീയതി ഒഴികെ ബാക്കി എത്ര ദിവസം ഉണ്ടെന്ന് എഴുതണം. ജൂണില് 30 അല്ലേ ഉള്ളത്, ജൂണിൽ 30 ഉണ്ട്. അപ്പൊ 1-ാം തീയതി ഒഴികെ ബാക്കി എത്രയുണ്ട്? 29. ജൂണില് 29. പിന്നെ ജൂലൈയിലോ? ജൂലൈ 31 ദിവസമല്ലേ ഉള്ളത്, 31. പിന്നെ ഓഗസ്റ്റിലോ? ഓഗസ്റ്റിൽ 31 ദിവസം. സെപ്റ്റംബറിലോ എത്രയുണ്ട്? സെപ്റ്റംബർ 1 ഏത് ദിവസം എന്നല്ലേ? ഒരു ദിവസം. ഇതെല്ലാം കൂടെ കൂട്ടണം അല്ലേ? ഇനി ഈ ദിവസം എല്ലാം കൂടെ കൂട്ടുക. 9 1 10 1 11 1 12 ശിഷ്ടം 1 4 3 7 2 9 92 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഒരാഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളത്, 7 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ 92 ഭാഗം 7 സമം കണ്ടോ, 92 ഭാഗം 7 ഒരു 7 2 22 7 എത്രയാണ്? 3 7 21. ശിഷ്ടം എത്ര കിട്ടി? ശിഷ്ടം 1 കിട്ടി. ശിഷ്ടം 1 കിട്ടിയാൽ ഇതാണ് 13 ശിഷ്ടം 1 കിട്ടി. അപ്പം ഇത് ജൂൺ 1 ശനിയാഴ്ചയല്ലേ? അപ്പോൾ 1 ശിഷ്ടം കിട്ടിയാൽ ശനിയാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കൂട്ടിയാൽ മതി. ശനി കഴിഞ്ഞാൽ ഒരു ദിവസം തൊട്ടടുത്ത ദിവസം എത്രയാണ്? ഞായറാഴ്ച. അപ്പോൾ ജൂൺ 1 ഒരു ശനിയാഴ്ച ആയാൽ അതേ വർഷം സെപ്റ്റംബർ 1 എന്നായിരിക്കും? ഞായറാഴ്ച ആയിരിക്കും. അപ്പം ജൂൺ 1 ശനിയാഴ്ച. ശനി ഇവിടെ 1 കൂട്ടുക എന്ന് വെച്ചാൽ ഈ ശിഷ്ടം വന്ന് 1 കൂട്ടുക. അപ്പോൾ എന്താണ്? ശനിയാഴ്ചയുടെ 1 കൂടെ കൂടുമ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എന്താണ്? ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. അപ്പോൾ എന്ത് ചെയ്യണം? ജൂൺ 1 മുതൽ ജൂൺ 1 ഒരു ശനിയാഴ്ച ആയാൽ അതേ വർഷം സെപ്റ്റംബർ 1 ഏത് ദിവസമായിരിക്കും? ജൂൺ 1 ആ 1 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസം എഴുതുക, 29. ജൂലൈ 31 ദിവസം, ഓഗസ്റ്റ് 31 ദിവസം, സെപ്റ്റംബർ 1-ാം തീയതി അല്ലേ? ഏത് ദിവസം എന്നല്ല, ആ 1 കൂടെ കൂട്ടണം. അപ്പോൾ എത്രയാണ്? 92 കിട്ടി. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 1 ഇവിടെ ശിഷ്ടം കിട്ടിയത്. ഇവിടെ 0 ശിഷ്ടം കിട്ടിയാലോ ശനിയാഴ്ച തന്നെയായിരിക്കും ആ സെപ്റ്റംബർ 1. അപ്പോൾ 3 ശിഷ്ടം കിട്ടിയെങ്കിലോ ശനിയാഴ്ചയുടെ 3 കൂട്ടുക. 1 കൂട്ടിയാൽ ഞായർ, 2 കൂട്ടിയാൽ തിങ്കൾ, 3 കൂട്ടിയാൽ ചൊവ്വ. അപ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും. ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഒരു ചോദ്യം കൂടെയാണ് നമുക്ക്. 2014 ഫെബ്രുവരി 1 ശനിയാഴ്ച ആയാൽ മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? അതുപോലെ തന്നെ കുട്ടിക്ക് ഫെബ്രുവരി 1 ശനിയാഴ്ച. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി ഒഴിച്ച് ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? അത് അതിവർഷമാണോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ഇല്ലെങ്കിൽ അതിവർഷമാണ്. അപ്പം അത് 29 ദിവസമുണ്ട് ഫെബ്രുവരിയിൽ. 2014 ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം വരും. അതുകൊണ്ട് ഇത് അതിവർഷമല്ല, ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 1-ാം തീയതി കഴിഞ്ഞ് ബാക്കി എത്ര ദിവസം ഉണ്ടെന്നാണ് ഫെബ്രുവരിയിൽ? 27 പ്ലസ് മാർച്ച് 1 27 1 എത്രയാണ്? 28 എന്ന് കിട്ടും. ഇനി അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ട് ഹരിക്കുക. 28 ഭാഗം 7 സമം 7 4 28. ശിഷ്ടം ഉണ്ടോ? ഇല്ല, ശിഷ്ടം 0-മാണ്. ശിഷ്ടം 0 ആകുമ്പോൾ എന്നായിരിക്കും? മാർച്ച് 1 ഈ ശനിയാഴ്ച തന്നെയായിരിക്കും. ശിഷ്ടം 1 ആണെങ്കിൽ ശനി കഴിഞ്ഞ് ഒരു ദിവസം കൂട്ടുക. ശിഷ്ടം 2 ആണെങ്കിൽ ശനി കഴിഞ്ഞ് 2 ദിവസം കൂട്ടുക അല്ലേ? അതുപോലെ തന്നെ ശിഷ്ടം 0 ഇവിടെ 7 4 28. ശിഷ്ടം ഒന്നുമില്ല. അപ്പോൾ മാർച്ച് 1 ശനിയാഴ്ച തന്നെ ആയിരിക്കും. ഇതാണ് ഇങ്ങനെയുള്ള കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.